വാർത്തകൾ വിശദമായി. ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് രണ്ട് കേസുകൾ, ശബരിമലയിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലെയും മുഖ്യപ്രതി. ഇതിപ്പോ രണ്ട് കേസിനും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അതിലാദ്യത്തേത് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷനുമായി നടത്തിയ ചില ഒത്തുകളികൾ. അത് മാത്രവുമല്ല, ഈ സാധനങ്ങൾ നൽകിയ നേരത്തെ തന്നെ 1998 വിജയ് മല്യ ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾക്ക് മുകളിലെ കവചങ്ങളിലും സ്വർണം പൊതിഞ്ഞാണ് നൽകിയത്. ഏകദേശം 4 കിലോയോളം ഉണ്ടായിരുന്നു രണ്ട് ശില്പങ്ങളിലേതും. അത് എങ്ങനെ പോയി, അതിലെ സ്വർണം എങ്ങനെ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നത്. മാത്രവുമല്ല, ആ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പുപാളികളായി? ഈ അവസാനം ഈ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ റിപ്പോർട്ടിൽ കുറച്ച് സ്വർണം 498 ഗ്രാം വരുന്ന സ്വർണം തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് കേസുകളിലെയും ആദ്യ അറസ്റ്റ് ഒരു പക്ഷേ ഇന്നോ നാളെയോ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ഇടപാടുകളും നടത്തിയിരിക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ SITക്ക് ലഭിച്ചിരുന്നു. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമായിരുന്നു. ആ റിപ്പോർട്ട് കൂടി അടിസ്ഥാനത്തിലാണ് വലിയ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നുള്ള കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറഞ്ഞിരുന്നു, ജില്ല വിട്ട് പോകരുത്, വീട്ടിൽ തന്നെ ഉണ്ടാകണം, ഏത് നിമിഷം ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഹാജരാകണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് എല്ലാം വ്യത്യസ്തമായി രാവിലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത് രഹസ്യ സംഘത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തു വിടരുതെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തൊട്ട് പിന്നാലെ ബാക്കിയുള്ള പ്രതികളിലേക്കും നീളും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അന്നത്തെ മാനേജരായിരുന്ന മുരാരി ബാബു, ഒപ്പം തന്നെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഈ മറ്റു ചില ആളുകൾ, അതായത് അവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയ എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശബരിമലയിൽ ദേവസ്വം ബോർഡ് രണ്ടാമത്തെ കേസിൽ, അതായത് കട്ടളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കക്ഷി ചേർക്കപ്പെട്ട പ്രതികളാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഈ ചോദ്യം ചെയ്യൽ ഇവരിലേക്കൊക്കെ തന്നെ എത്തിച്ചേരും. കാരണം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്, കേവലം 6 ആഴ്ച. ഈ 6 ആഴ്ച കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കി ആദ്യ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഒപ്പം ജസ്റ്റിസ് KT ശങ്കരൻ ഉൾപ്പെടെയുള്ളവരുടെ മേൽനോട്ടം ഈ അന്വേഷണ സംഘത്തിന്റെ മേളിലുണ്ടാകും. ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. 2 ദിവസം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെത്തി അവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് ചില റെക്കോർഡുകൾ പിടിച്ചെടുത്തു. 1998 മുതൽ 2024 വരെ അവിടെ നടന്നിട്ടുള്ള സ്വർണം ഇടപാടുകളെ കുറിച്ച്, സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്വർണം കുറഞ്ഞതുമായി കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ തരത്തിൽ ഒരു അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ 2 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ ശബരിമലയിൽ നിന്ന് കിട്ടിയ ചില പേപ്പറുകളും ഇവിടെയുള്ള ചില പേപ്പറുകളുമായിട്ടും റിപ്പോർട്ടുകളുമായിട്ടും ഒക്കെ ഒത്തി നോക്കിയിരുന്നു. ഇതിൽ നിന്ന് മറ്റൊരു സംഘം ഇപ്പോൾ ഇവിടം വിട്ടുപോയിരിക്കുന്നു. അവർ ചെന്നൈ കേന്ദ്രീകരിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു വരികയാണ്. സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു സ്വർണം പൂശാൻ കൊണ്ടുപോയത്. നിലവിൽ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുന്നത് ഈ 4 കിലോ 1998 ശബരിമല ദ്വാരകപാല ശില്പത്തിന്റെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന വ്യക്തമായ തെളിവുകൾ UV ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തണം. 2019 ഇത് സംബന്ധിച്ച
ഒരു കൊള്ള നടന്നതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം. അതുകൊണ്ട് 2008 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സജീവമായിരുന്നു. അവിടുത്തെ കെ ശാന്തിര ഉൾപ്പെടെയുള്ള മുറികളിൽ സഹായിയായി കടന്നുകൂടിയതായിരുന്നു കിളിമാനൂർ സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ ഇടപാടുകളുടെ ഒരു ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നത്. അപ്പോൾ ഇതിനകത്ത് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, മറ്റാർക്കെങ്കിലും ഈ സാമ്പത്തിക ഇടപാടുകൾ പങ്കുണ്ടോ, ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ട്. അതിനെല്ലാം ഉത്തരം കിട്ടണം. മാത്രവുമല്ല, വളരെ വേഗത്തിൽ കേസ് കോടതിയിൽ എത്തിക്കുകയും വേണം. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉറപ്പാണ്. പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. അരുണിമ. ബിനോയ്, ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? വഞ്ചന, ഗൂഢാലോചന, മോഷണം 3 കേസുകളിലെ പ്രതിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വലിയ തരത്തിൽ അന്വേഷണ സംഘം ഒരു കാര്യവും പുറത്തുവിടുന്നില്ല. എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം പുറത്തുവിടരുന്നുള്ള കോടതി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 കേസുകളിലും വലിയ തരത്തിലുള്ള കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് കിലോ കണക്കിന് സ്വർണത്തിന്റെ കുറവ് ഉണ്ടായിരിക്കുന്നു. 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് ഈ 1998 സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും, അതുകൂടാതെ ഈ സ്വർണ്ണ കട്ടപ്പാളിയിൽ നിന്ന് സ്വർണം മാറ്റി സംബന്ധിച്ചു. അങ്ങനെ ഈ 2 കാര്യങ്ങളിലും വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട്. ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകളുണ്ട്. ഒപ്പം വിശ്വസിച്ച് നൽകിയ ദേവസ്വം ബോർഡിനെയും സ്വർണം നൽകിയ ആളുകളെയും ഒക്കെ വഞ്ചിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ 3 കുറ്റങ്ങൾക്കും അറസ്റ്റ് മാത്രമല്ല റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. ജാമ്യം കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. അരുണിമ. ശരി, വ്യക്തമാണ് ബിനോയ്. ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ് ആണ്.